ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ശുശ്രൂഷയുടെ 5-ാമത്തെ ദിനത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുക. ഈ ആരംഭത്തിൽ തന്നെ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ത്രികാല ജപം ചൊല്ലി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ അപേക്ഷിക്കുക. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലിനിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലകളുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 2 കരങ്ങളും യാചനയോടെ നമുക്ക് പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ ഉണർവിന്റെ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം വീശണം. കാരണം പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങളും പഠിപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തി തരുവാനായിട്ട്, ആ തരുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട്, അപ്രകാരം അമ്മയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി സ്നേഹിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഈ നിമിഷം ദാഹിക്കുക. ഉണർവിന്റെ വലിയ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലേക്കും, നമ്മുടെ സഭയിലേക്കും കുടുംബത്തിലേക്കും വരാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒരുമിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി വിളിച്ച് പാടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്താ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്താ. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. പരിശുദ്ധാത്മാവേ, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച മക്കളെ, പെന്തക്കുസ്തായിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരട്ടെ. നമ്മുടെ സഹനങ്ങൾ മുഴുവനും സമർപ്പിച്ച്
നമ്മുടെ വേദനകൾ മുഴുവനും സമർപ്പിച്ച്, നമ്മളെ അലട്ടുന്ന രോഗപീഠകൾ സമർപ്പിച്ച്, മനക്ലേശങ്ങൾ സമർപ്പിച്ച്, നമ്മുടെ ദുഃഖങ്ങൾ സങ്കടങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ, അമ്മ മാതാവിന്റെ കുഞ്ഞായിട്ട് ജീവിക്കാനുള്ള വലിയൊരു കൃപ നമുക്ക് കിട്ടാൻ, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുന്ന, വിമല ഹൃദയത്തിന് അടിമ വെച്ചുകൊണ്ടുള്ള ജീവിക്കുന്ന ഒരു വലിയ കുഞ്ഞായി നമ്മൾ മാറുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് ചേർന്ന് ആത്മാവിനെ വിളിച്ചു പാടാം. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ആമേൻ. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. പാടാം. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ആഗ്രഹിച്ച പ്രിയപ്പെട്ടവരെ, കൊടുങ്കാറ്റേ നീ ഈ നിമിഷം ഇറങ്ങട്ടെ മക്കളെ. വീണ്ടും നമ്മുടെ എല്ലാ വഴികളിലും കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ആത്മാവേ ആത്മാവേ, ശക്തിയാ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ശുദ്ധാത്മാവേ, ആത്മാവേ അഭിഷേകം ഞങ്ങളിലേകണമേ. ഈ നിമിഷം ആത്മാവേ ആത്മാവേ ശുദ്ധാത്മാവേ, ആത്മാവേ ഫലങ്ങളാ ഈ നിമിഷം ഞങ്ങളിൽ നിറയണമേ. ഇറങ്ങട്ടെ മക്കളെ, ജ്ഞാനമാ ഞങ്ങളിൽ നിറയണമേ. കരം അല്പം കൂടി ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാവരും സ്തുതിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലെ ഹൃദയത്തിലും നിറയണമേ. ഞങ്ങളുടെ ബുദ്ധിയെ വിശുദ്ധീകരിക്കണമേ, ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ അധിപനെ എടുത്തു മാറ്റണമേ, ലോകത്തിന്റെ ഭരണം മുഴുവനും തിന്മയുടെ ശരണം മുഴുവനും എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളുടെ സമൂഹത്തിൽ നിറയണമേ, ഈ ശുശ്രൂഷയിൽ നിറയണമേ. ഇതിൽ സംബന്ധിക്കുന്ന മുഴുവനും മക്കളിൽ നിറയണമേ. ഈ സംബന്ധിക്കുന്ന എല്ലാ സന്യാസികളെയും ഏറ്റെടുക്കണമേ, സമർപ്പിതരെ ഏറ്റെടുക്കണമേ, വൈദികരെ ഏറ്റെടുക്കണമേ, കുടുംബജീവിതം നയിക്കുന്നവരെ ഏറ്റെടുക്കണമേ, യുവജനങ്ങളെ ഏറ്റെടുക്കണമേ. സകല മക്കളുടെ ഹൃദയങ്ങളെ പൗത്രീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. കൃപയാൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. നിന്റെ മണവാട്ടിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമേ, മണവാട്ടിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമേ, ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പരിപൂർണമായിട്ടും പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലേക്ക്, ആ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കട്ടെ. ജന്മപാപമില്ലാത്ത പരിശുദ്ധി അമ്മയാ. അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകില്ല. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് ഈ 5-ാം ദിനം അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടിയണയുക. പാപികളാ ഞങ്ങളുടെ മേൽ അലിവായിരുന്നു കൊണ്ട് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത എൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഞങ്ങളുടെ കൂട്ടായ്മയുടെയും തിരുസഭയുടെയും
സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിൻ്റെ എല്ലാ കുടില തന്ത്രങ്ങളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. കർത്താവായ ദൈവമേ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഈ നിമിഷം വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ ആദ്യാവിയിൽ നിന്നുമെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥിയായ പരിശുദ്ധ കന്യകാമറിയം ഇപ്പോൾ ഞങ്ങളുടെ അഭിഭാഷയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മക്കളും ഈ നിമിഷം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. ഓ മറിയമേ, എന്റെ കുടുംബവും എനിക്കുള്ളതും മുഴുവനും പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രതിഷ്ഠാജപം ചൊല്ലാം. ഏറ്റുചൊല്ലാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായി സ്വസ്ഥാനങ്ങളിലിരിക്കാം. പരിശുദ്ധി അമ്മ മാതാവിനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 5ാമത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മ മാതാവ് എങ്ങനെയാണ് ദൈവപിതാവിൻ്റെ സഹനദാസിയായി തീർന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്. കേൾക്കണം പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദൈവപിതാവിൻ്റെ സഹനദാസിയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് മാറിയത്? പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ബൈബിളിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെ വ്യക്തമായിട്ടും തിരിച്ചറിയാനായിട്ട് പറ്റും. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും ഒരു സഹനത്തിന്റെ ഘോഷയാത്രയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സഹനത്തിന്റെ മൂർത്തിഭാവമായിട്ട് സഭ എടുത്ത് കാണിക്കുന്ന കാര്യം പിയാത്തയാ. എന്ന് വെച്ചാൽ തൻ്റെ മകന്റെ ചേതനയറ്റ ശരീരം, മുറിവേറ്റ ശരീരം, രക്തമൊലിക്കുന്ന ശരീരം ഇതാ പരിശുദ്ധ അമ്മ കുരിശിൽ നിന്നും ഇറക്കി തൻ്റെ മടിയിൽ കിടത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, തൻ്റെ മകന്റെ ചേതനയേറ്റ മുറിവേറ്റ ആ ശരീരത്തെ നോക്കിക്കൊണ്ട് ഈ ലോകത്തിലുള്ള മക്കളോട് പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കടന്നു പോകുന്നവരെ, നിങ്ങൾക്ക് നിസ്സാരമാണോ ഇത്? നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായിട്ടുള്ള ഒരു ദുഃഖമുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വചനമാ. ഇത് പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന പല വചന വ്യാഖ്യാനകരും ഇത് വെളിപ്പെടുത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, സ്വന്തം മകനെ സഹനത്തിന്റെ തീച്ചൂളയിൽ നിന്നുകൊണ്ട് സ്വന്തം മകനെ മടിയിൽ കിടത്തിയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കടന്നു പോകുന്ന മക്കളെ, നിങ്ങൾക്കിത് നിസ്സാരമാണോ?
എന്നിട്ട് പറയുവാണ്, നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായിട്ടുള്ള ഒരു ദുഃഖം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ സഭയിൽ അനേക രക്തസാക്ഷികളുണ്ട്. അവരെ മുഴുവനും കാണിക്കുന്നത് അവർ ഏത് പീഡന മേഖലയിലൂടെ കടന്നുപോയിട്ടാണോ മരണം വരിച്ചത്, ആ പീഡന മേഖലയുമായി ബന്ധപ്പെട്ട. ഉദാഹരണമായിട്ട് പൗലോസ്ലിഹായെ നോക്കുമ്പോൾ വാളുമായിട്ട് നിൽക്കുന്ന പൗലോസ്ലിഹ, ആൻഡ്രൂസിനെ നോക്കുമ്പോൾ കുരിശുമായിട്ട് നിൽക്കുന്ന ആൻഡ്രൂസ്, തോമാസ്ലിഹായെ നോക്കുമ്പോൾ ശൂലം പിടിച്ചു നിൽക്കുന്ന തോമാസ്ലിഹ. എന്നാൽ പരിശുദ്ധ അമ്മ മാതാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ചേതനയറ്റ ശരീരം സ്വന്തം മടിയിൽ കിടത്തിയിട്ട് വേദന കൊണ്ട് വേദനയുടെ തീച്ചൂളിൽ ഉരുകിക്കൊണ്ടിരിക്കുന്ന അമ്മ മാതാവിനെയാ നമ്മൾ ഈ കാണുന്ന പരിശുദ്ധ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടെത്തുക. അമ്മയുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? സൂക്ഷിച്ച്. ആ ഹൃദയത്തില് 7 വാള് വന്ന് തറച്ചു നിന്നിട്ട് അവിടെ മുറിവേറ്റിരിക്കുന്ന വ്യാകുലത്താൽ പൊതിയപ്പെട്ട ഒരു ഹൃദയവുമായിട്ട് നിൽക്കുന്ന അമ്മയെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിന്റെ തീച്ചൂളെ കിടക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പേരും കൂടിയുണ്ട്, കൈപ്പിന്റെ പുത്രി എന്ന് വെച്ചാൽ മറിയം എന്ന വാക്കിന് ഒരർത്ഥമാണ് കൈപ്പിന്റെ സമുദ്രം. പ്രിയപ്പെട്ട മക്കളെ, കൈപ്പിന്റെ സമുദ്രം താങ്ങി ജീവിച്ചവളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധയമ്മ. ബൈബിൾ മുഴുവനും പരിശോധിച്ച് നോക്കിക്കേ. അമ്മയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങള് ശരിക്കും സഹനത്തിന്റെ ഘോഷയാത്രയിലൂടെ കടന്നു പോകുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് കാണുന്നത് മംഗളവാർത്തയാ. ദൈവദൂതൻ വന്നിട്ട് മംഗളവാർത്ത കൊടുക്കുമ്പോൾ അമ്മ സഹനം തുടങ്ങുക. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് മംഗളവാർത്ത എന്ന് പറയുന്നത് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന, മംഗളം നൽകുന്ന കാര്യമാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ മംഗളവാർത്ത കടന്നു വരുന്ന സമയത്ത് അമ്മ മാതാവ് ഒറ്റപ്പെടാൻ തുടങ്ങിയ, അമ്മ മാതാവ് തിരസ്കരിക്കപ്പെടാൻ തുടങ്ങിയ, അമ്മ മാതാവ് പല തെറ്റിദ്ധാരണകളിലേക്കും പോകാൻ തുടങ്ങിയ എന്ന് വെച്ചാൽ സഹനം ഒന്നിന് പുറകെ ഒന്നാകിട്ട് അമ്മയെ കയറി ഭരിക്കാൻ തുടങ്ങിയ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ മാതാവ് ഇത് ന്യായീകരിക്കാനായിട്ട് പോകുന്നില്ല. അമ്മ മാതാവ് ഇത് നീതീകരിക്കാനായിട്ട് പോകുന്നില്ല. അമ്മ മാതാവ് ദൈവജനത്തിന് സംശയം തീർത്തു കൊടുക്കാനായിട്ട് പോകുന്നില്ല. ആ സമയത്ത് ദൈവത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല, ദൈവത്തോട് വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല. മറിച്ച് തന്നിലൂടെ പൂർത്തിയാകേണ്ട ദൈവ പദ്ധതി എന്താണോ അത് പൂർത്തിയാകാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് ദൈവ പിതാവിന്റെ സന്നിധിയിലേക്ക് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഒരു സഹനത്തിന്റെ പുത്രിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മംഗളവാർത്താ സമയം തൊട്ട് നമുക്ക് പരിശുദ്ധ അമ്മയിൽ കാണാനായിട്ട് പറ്റുക. പഴയ നിയമത്തിലേക്ക് കടന്നുപോയിക്കേ മക്കളെ. ഇതുപോലെ ഒരക്ഷരം പോലും മിണ്ടാതെ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോയിട്ട് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മകളെ നമുക്ക് കാണാൻ പറ്റും, സൂസന്ന. അവളൊന്നും ന്യായീകരിക്കാൻ പോകുന്നില്ല, അവളൊന്നും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല, അവൾ സംശയം തീർത്തു കൊടുക്കാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് തന്നിലൂടെ പൂർത്തിയാകാനായിട്ട് സൂസന്ന തന്നെ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ദാനിയേൽ എന്ന് പറയുന്ന ഒരു മകന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് അവനെ ഉണർത്തി അവൾക്ക് വേണ്ടി സംസാരിപ്പിച്ചു. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതവും. അമ്മ മാതാവ് തൻ്റെ ജീവിതത്തിലേക്ക് ഓരോ സഹനങ്ങൾ വന്നപ്പോൾ മറ്റാരെയും എടുത്തത് പങ്കുവെക്കാൻ പോകാതെ ആ സഹനങ്ങൾ മുഴുവനും സ്നേഹത്തോടെ സ്വീകരിച്ച് ദൈവപിതാവിന്റെ പദ്ധതി എന്താണോ അത് തന്നിലൂടെ പൂർത്തിയാകാനായിട്ട് തന്നെ ദൈവപിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കാത്തിരുന്ന ഒരമ്മ. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങളാ പറഞ്ഞു തരിക. ഒന്ന്, പരിശുദ്ധ അമ്മ മംഗളവാർത്ത കിട്ടിയ ആ സമയം തൊട്ട് സഹനത്തിന്റെ തീച്ചൂളയിലേക്ക് ചാടിയപ്പോൾ തനിച്ചല്ലായിരുന്നു, തൻ്റെ ഉദരത്തിൽ ഒരു ഈശോയുണ്ടായിരുന്നു. അമ്മയുടെ സഹനത്തോടൊപ്പം ഈശോ സഹിച്ചു. 2, കുരിശിൽ ഈശോ സഹിച്ച സമയത്ത് ഈശോ തനിച്ചല്ല സഹിച്ചത്, മറിച്ച് പരിശുദ്ധ അമ്മയും ആ സഹനത്തോട് കൂടെയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ ദൈവമക്കൾ ഈശോയുടെ സഹനത്തിൽ പങ്കുപറ്റുന്നുണ്ടോ ആ മക്കളുടെ സഹനത്തിൽ ഈശോയും പങ്കുപറ്റും. ഇത് മനസ്സിൽ കുറിച്ചിട്ടോണം. ആരൊക്കെ ഈശോയുടെ സഹനത്തിൽ പങ്കുപറ്റുന്നുണ്ടോ
അവരുടെ സഹനത്തിൽ ഈശോയും പങ്കുപറ്റും. 2, അമ്മ മാതാവ് നൽകുന്ന മറ്റൊരു കാര്യമാണ് ജീവിതത്തിൽ സഹനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുമ്പോൾ നീ പരാതി പറയാൻ പോകണ്ട, നീ തിരുത്താനായിട്ട് പോകണ്ട, മാറ്റിയെടുക്കാനായിട്ട് പോകണ്ട, ന്യായീകരിക്കാനായിട്ട് പോകണ്ട, ചോദ്യം ചെയ്യാനായിട്ട് പോകണ്ട. കുഞ്ഞേ, നിന്നിലൂടെ എന്താണോ ദൈവ പദ്ധതി പൂർത്തിയാകേണ്ടത് അത് പൂർത്തിയാകാനായിട്ട് കുഞ്ഞേ നീ നിന്നെ തന്നെ സമർപ്പിച്ച് കാത്തിരുന്നാൽ മതി. പിറുപിറുക്കണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത് വീണ്ടും പരിശോധിച്ച് എവിടെയാ വീണ്ടും പരിശുദ്ധി അമ്മയെ കുറിച്ച് കാണുക? പ്രിയപ്പെട്ടവരെ, തൻ്റെ പുത്രനെ പ്രസവിക്കാനുള്ള സമയമായപ്പോൾ ഒരു സ്ഥലം കണ്ടെത്താനായിട്ട് പരക്കം പായുന്ന ഒരു അമ്മയെ കണ്ടുമുട്ടാൻ പറ്റും. നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്കറിയാം തൻ്റെ ഉദരത്തിൽ കിടക്കുന്നത് ദൈവപുത്രനാ, തൻ്റെ ഉദരത്തിൽ കിടക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവാ. ഇത് ദൈവമാണ് തൻ്റെ ഉദരത്തിൽ കിടക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവിനെ പ്രസവിക്കാനായിട്ട് എനിക്കൊരു സ്ഥലം കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരമ്മയുടെ ആവലാതി, വേവലാതി, വേദന, വിഷമം അതെന്തോരോ പ്രിയപ്പെട്ടവരെ. ഈ സമയത്ത് യവ്സേ പിതാവിനെ നോക്കുമ്പോൾ യവ്സേ പിതാവിന്റെ മനോവേദന കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം തന്നെ ഏൽപ്പിച്ച തൻ്റെ ജീവിത പങ്കാളിയായി കിട്ടിയിരിക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ എനിക്കൊരു ഇടം കൊടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള മനോവേദനയുമായിട്ട് തളർന്നിരിക്കുന്ന യവ്സേ പിതാവിനെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ നെഞ്ച് വീങ്ങുക. അതിനേക്കാളും വലിയ വേദന എന്നാണെന്നറിയാമോ? ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് പ്രസവ സമയത്ത് ഒരു രഹസ്യാത്മകതയുണ്ട്, ഒരു പ്രൈവസി വേണം. പക്ഷെ അമ്മയെ സംബന്ധിച്ച് അതുപോലും കിട്ടുന്നില്ല. ഒരു വീട് കിട്ടുന്നില്ല, ഒരു സത്രം കിട്ടുന്നില്ല, ഒന്ന് കിടക്കാനുള്ള ഒരു സ്ഥലം പോലും കിട്ടുന്നില്ല. അവസാനം കാലിക്കുട്ടില്, കാലികളുടെ മധ്യത്തില്, കാലിത്തൊഴുത്തില് ഒരു പ്രൈവസി പോലും കിട്ടാതെ പരിശുദ്ധ അമ്മ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ പ്രസവിക്കേണ്ട അവസ്ഥ. ആ സമയത്ത് അമ്മ അനുഭവിച്ച വേദന എന്തുമാത്രമായിരിക്കും മക്കളെ. ഇവിടെ അമ്മ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം എന്നറിയണോ? ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്തിന്റെ അഭാവമല്ല, മറിച്ച് നിന്റെ ജീവിതത്തിൽ ഇല്ലായ്മ വരുമ്പോൾ ആ ഇല്ലായ്മ സംതൃപ്തിയോടെ സ്വീകരിച്ച്, സ്നേഹത്തോടെ സ്വീകരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നതാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും പരിശുദ്ധ വചനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ മറ്റൊരു സഹനം കാണാൻ പറ്റും. അത് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സമയമാ. എന്താ അവിടെ സംഭവിക്കുന്നത്? ആ സമയത്ത് ശിമയോൻ ഇപ്രകാരം ഒരു പ്രവചനം നടത്തുക: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, അന്ന് കയറിയ ഒരു വാള് പരിശുദ്ധ അമ്മ മാതാവ് 33 വർഷക്കാലം ആ വാള് ചുമന്നു. ആ വേദന ഏറ്റെടുത്തു. ആ വേദന 33 വർഷക്കാലം സഹിച്ചു. അമ്മ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വാള്. ആ വാള് മാറിപ്പോകാൻ വേണ്ടി അമ്മ ഒന്നും ചെയ്യുന്നില്ല. ആ വാള് ലക്ഷ്യം വെച്ചുകൊണ്ട്, ആ വാളിന്റെ വേദന സ്വീകരിച്ചുകൊണ്ട് അമ്മ മുന്നോട്ട് പോകുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കിക്കേ മക്കളെ, നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ന് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഭയം എന്നാണെന്നറിയാമോ? അത് ഈ സഹനമോർത്ത. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും പോകുന്ന എന്തിനാ? ഈ കാണുന്ന സഹനം മാറിക്കിട്ടാനാ, ഈ വേദനയൊന്ന് മാറിക്കിട്ടാനല്ലേ? നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ? ധ്യാന കേന്ദ്രത്തിലാകാം, തീർത്ഥാടന കേന്ദ്രത്തിലാകാം, ഉടമ്പടി എടുക്കുന്നതാകാം, എന്തുവാകട്ടെ മക്കൾ, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ലക്ഷ്യമെന്താ? സഹനം മാറിക്കിട്ടാൻ വേണ്ടിയാണോ? പക്ഷെ അമ്മ ഇവിടെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യം, കുഞ്ഞെ, സഹനം കാണുമ്പോൾ ഓടി അകലാതെ ആ സഹനം സ്നേഹത്തോടെ സ്വീകരിക്കുക. കാരണം നിന്നിലൂടെ എന്തോ ദൈവ പദ്ധതി പൂർത്തിയാകാനുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ വചനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അമ്മ മാതാവിന്റെ ഒരു വലിയ സഹനമുണ്ട്. അത് മറ്റൊന്നുമല്ല, താൻ ഉണ്ണിയെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഹെറോദോസ് ഈ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്കൊരു പലായനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ശരിക്കും ചരിത്രം വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും, ഏകദേശം അമ്മ മാതാവ് നിന്ന സ്ഥലത്ത് നിന്നും ഈജിപ്തിലേക്ക് പോകേണ്ട മൈൽ എന്ന് പറയുന്നത് 400 മൈലാണ്. പ്രസവിച്ച ഉടനെ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അമ്മ മാതാവ് നടന്നത്
400 മൈൽ ദൂരം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ, പ്രത്യേകിച്ച് പോൾ 6 മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. മറിയം ദാരിദ്ര്യം ഏറ്റെടുത്ത സ്ത്രീയാ, മറിയം പീഡനം ഏറ്റെടുത്ത സ്ത്രീയാ, മറിയം പലായനം ഏറ്റെടുത്ത സ്ത്രീയാ, മറിയം വിപ്രവാസം ഏറ്റെടുത്ത സ്ത്രീയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ 400 മൈല് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ആ സ്ത്രീയെ സംബന്ധിച്ച് എന്തുമാത്രം വേദന തരുന്ന കാര്യമാ. അവിടെ തീർന്നില്ല മക്കളെ വേദന. മറിച്ച് 7 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചൊരു യാത്രയുണ്ട് ഇസ്രായേലിലേക്ക്. നിങ്ങൾ പരിശോധിച്ച്, വീണ്ടും ഈ മകനെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ല 7 വയസ്സ് പ്രായമുള്ള മകൻ എന്ന് പറയുന്നത്. അമ്മയുടെ വേദന എന്നാണെന്നറിയാമോ? തിരിച്ച് 400 മൈൽ നടക്കുന്ന സമയത്ത്, ആ വെയിൽ കൊണ്ടുപോകുന്ന സമയം, അത് നല്ല വഴിയല്ല. ഏതെങ്കിലും രീതിയിലുള്ള വേദന എടുക്കേണ്ടി വരുമോ? എൻ്റെ മകൻ തളർന്നു പോകുമോ? എൻ്റെ മകന് വീണു പോകുമോ? പ്രിയപ്പെട്ടവരെ, ഈ പോകുന്ന വഴിക്ക് ഈ മകൻ വീഴുന്നുണ്ട്, ദാഹത്താൽ വലഞ്ഞ് തളർന്നു പോകുന്നുണ്ട്, അവന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഈ മകനെ ഓർത്ത് അമ്മ അനുഭവിക്കുന്ന വേദന, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാ മക്കളെ. അതുകൊണ്ടാണ് പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ സഹനപുത്രിയാണ് പരിശുദ്ധയമ്മയെന്ന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും തിരുവചനം മുന്നോട്ട് വായിച്ചു നോക്കിക്കേ. നമ്മൾ കാണുന്ന വേദന, പരിശുദ്ധി അമ്മയുടെ മറ്റൊരു വേദനയുണ്ട്. 12ാമത്തെ വയസ്സിൽ ഈ മകനെ കാണാതാകുമ്പോൾ അമ്മ മാതാവ് അനുഭവിക്കുന്നൊരു വേദന. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശരിക്കും കാൽവരിയുടെ ഒരു മുന്നാസ്വാദനം പരിശുദ്ധി അമ്മയ്ക്ക് ദൈവപിതാവ് കൊടുക്കുക എന്ന് വെച്ചാൽ 3 ദിവസം ഈ പുത്രനെ കാണാതാകുക. കാൽവരിയിൽ നടന്ന കാര്യം എന്താ? എന്നേക്കുമായിട്ട് ഈ പുത്രനെ നഷ്ടപ്പെടുന്നു. ഇവിടെ ഈ പുത്രനെ 3 ദിവസത്തേക്ക് നഷ്ടപ്പെടുന്നു. കാൽവരിയിൽ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പുത്രൻ തന്നെ സമർപ്പിക്കുക. ഇവിടെ പുത്രൻ ചെയ്ത കാര്യം എന്താ? പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ കാര്യത്തിൽ ഈ പുത്രൻ വ്യാപൃതനായിട്ടിരിക്കുക. കാൽവരിയിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന പുത്രൻ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ കാണുന്ന കാഴ്ച എന്താ? 3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് ഈ മകനെ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, ഇത് കാൽവരിയുടെ ഒരു മുന്നാസ്വാദനമാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു സംഭവമുണ്ട് പ്രിയപ്പെട്ടവരെ. അമ്മ മാതാവിൻ്റെ വ്യാകുലവും വേദനയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഏറ്റവും കൂടുതൽ അമ്മ മാതാവ് വേദനിച്ച സമയം ഇതായിരുന്നു എന്ന്. കാരണം അത്രയും നാളും പരിശുദ്ധി അമ്മ വേദന ഏറ്റെടുത്തത്, സഹനം ഏറ്റെടുത്തത് തൻ്റെ മകനോടുള്ള സ്നേഹത്തെ പ്രതി, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. 2, ഈശോയുടെ കൂടെയാ. പക്ഷേ ഈ സമയത്ത് ഈശോ ഇല്ല, മകനില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഓരോ വേദനയും ഓരോ സഹനവും ഏറ്റെടുത്തത് ലോകരക്ഷയ്ക്കായുള്ള ദൈവ പദ്ധതിയായിട്ടാ. പക്ഷെ ഇവിടെ ഈ മകനെ കാണുന്നില്ല, ഈ പുത്രനെ കാണുന്നില്ല. ഈ പുത്രനെ കാണാതാകുന്ന അവസ്ഥയാ ഈ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത ഏറ്റവും വലിയ സഹനമെന്ന് എനിക്ക് തോന്നുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ സമയത്ത് അമ്മയുടെ മനസ്സിലൂടെ ഈ 3 ദിവസം കടന്നുപോയ ചില ചിന്തയുണ്ട്. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ ഈ മകൻ നഷ്ടപ്പെട്ട്? എൻ്റെ സ്നേഹക്കുറവ് കൊണ്ടാണോ ഈ മകൻ പോയെ? ഞാൻ പരിഗണിക്കാഞ്ഞിട്ടാണോ ഈ മകൻ നഷ്ടപ്പെട്ട്? അതെയോ എനിക്ക് ഈ ദൈവപുത്രനെ നോക്കാൻ തക്കതായിട്ടുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണോ ഈ മകൻ നഷ്ടപ്പെടാൻ കാരണം? പ്രിയപ്പെട്ടവരെ, അമ്മ അതുപോലെ ഈ 3 ദിവസവും തളർന്നു പോയി ചിന്തിച്ചു കൂട്ടിയ അവസ്ഥകളാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധി അമ്മയുടെ ജീവിതം മുഴുവനും ഒരു സഹനത്തിന്റെ ഘോഷയാത്രയാ മക്കള്. വീണ്ടും നിങ്ങൾ മുന്നോട്ട് വായിച്ചു നോക്കിക്കേ, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കാൽവരിയിലേക്ക് പോകുന്ന തൻ്റെ മകനെ കണ്ടുമുട്ടുന്ന ഒരമ്മയെ. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഹൃദയം തളർന്നു പോയ ഒരു സമയമാ കാൽവരിയിലേക്ക് മകൻ പോകുന്നത് കണ്ടപ്പോൾ. കാരണം തൻ്റെ മകന്റെ ശരീരം മുഴുവനും ചാട്ടവാറ് കൊണ്ട് അടിച്ച് മുഴുവനും പൊട്ടിച്ചു വെച്ചിരിക്കുന്ന, കീറി വെച്ചിരിക്കുന്ന അവസ്ഥ, ശരീരവും കണ്ണും മുഴുവനും നീര് വെച്ചിരിക്കുന്ന അവസ്ഥ,
തൻ്റെ മകന് മനോഹരമായിട്ടുള്ളൊരു താടി ഉണ്ടായിരുന്നു. ആ താടി മുഴുവനും വലിച്ചു പറിച്ചപ്പോൾ ആ താടയിലെ തൊലി പോലും ചെത്തിക്കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. തൻ്റെ മനോഹരമായ മകന്റെ മീശ വലിച്ചു കീറിയപ്പോൾ ചുണ്ടുപോലും അടർത്തിക്കളഞ്ഞ ഒരവസ്ഥ. തൻ്റെ മകന്റെ ശരീരത്തിലേക്ക് ചാട്ടവാറ് കൊണ്ട് മാറി മാറി അടിച്ചു കയറ്റിയപ്പോൾ മാംസ കഷ്ണങ്ങൾ തെറിച്ചു പോയിട്ട് ആ ശരീരത്തിന്റെ ഉള്ളിലെ അസ്ഥി പോലും കാണാൻ പറ്റുന്ന ഒരവസ്ഥ. അമ്മ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. തൻ്റെ മകന്റെ ശിരസിലേക്ക് കയറ്റിവെച്ചിരിക്കുന്ന ഒരു മുൾക്കിരീടം. ഇനി തൻ്റെ മകന്റെ കയ്യിലേക്ക് അടിക്കാൻ പോകുന്ന ആണി കാണുന്നുണ്ട്. തൻ്റെ മകന്റെ കൈകളിലേക്ക് ആണി അടിക്കാനുള്ള ചുറ്റിക കാണുന്നുണ്ട്, കയറ് കാണുന്നുണ്ട്, കുരിശ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തൻ്റെ മകന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ചങ്കുപൊട്ടി വേദനിക്കുന്ന ഒരു അമ്മയെ കാണുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ പരിശുദ്ധ അമ്മ മാതാവ് ഉറങ്ങിയിട്ടില്ലെന്നേ. ഏറ്റവും വലിയ ജാഗരണ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ അന്നത്തെ രാത്രിയിൽ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ അന്നത്തെ രാത്രിയിൽ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. ആ സമയത്ത് ഈ അമ്മ ഈ മകനെ കാണുമ്പോൾ ഈ മകൻ ഈ അമ്മയെയും കാണുന്നുണ്ട്. തന്നെ ഓർത്ത് തൻ്റെ അമ്മ എന്തോരം വേദനിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഈ കാണുന്ന മകനും സഹിക്കാനാവാതെ മകന്റെ ഹൃദയവും പിളർക്കപ്പെടുകയാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുന്നേ, അമ്മയുടെ ജീവിതം സഹനത്തിന്റെ ഘോഷയാത്രയാ. അവൾ പിതാവായ ദൈവത്തിന്റെ സഹനദാസിയാ. വീണ്ടും തിരുവചനം മുന്നോട്ട് വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഈശോയുടെ മരണം. ഈശോയുടെ മരണം സാത്താൻ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ മരണമാ. ഏറ്റവും പൈശാചികവും ക്രൂരവുമായിട്ടുള്ള മരണം. കാരണം സാത്താൻ അറിയാം, അവന്റെ രാജ്യത്തെയും അവനെയും തകർക്കാനായിട്ട് വന്നിരിക്കുന്ന ദൈവപുത്രനാണ് ഇവൻ. അതുകൊണ്ട് ഇവനെ കൊല്ലണം. ഇവന്റെ കൊലപാതകം ഏറ്റവും ക്രൂരമാക്കണം, അത് ആസ്വദിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഇതുപോലത്തെ പൈശാചികമായിട്ടുള്ള കൊലപാതകം ലോകത്ത് സംഭവിച്ചിട്ടില്ല. അത്രയും ക്രൂരമായിട്ടുള്ള, മാരകമായിട്ടുള്ള, പൈശാചികമായിട്ടുള്ള ഒരു കൊലപാതകമാണ് യഥാർത്ഥത്തിൽ അമ്മയുടെ കൺമുമ്പിൽ വെച്ച് ഈ കാണുന്ന സാത്താനിൽ പ്രേരിതമായിട്ട് ജനം ചെയ്തു കൂട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അമ്മ മാതാവ് എന്തുമാത്രമാണ് സഹിച്ചത് എന്ന് ചില വിശുദ്ധാത്മാക്കൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ജെറോം പറയുന്ന കാര്യം ഇപ്രകാരമാണ്. ജെറോം പറയുവാണ്, ഈശോയുടെ ശരീരത്തിൽ ഏറ്റ എല്ലാ മുറിവുകളും അമ്മയുടെ ഹൃദയത്തിലും മുറിവുകളായിട്ടുണ്ടായിരുന്നു. വീണ്ടും ജോൺ ക്രിസോസ്റ്റം പറയുന്ന കാര്യമുണ്ട്, കാൽവരിയിൽ 2 മഹത്തായ അൾത്താരകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഈശോയുടെ ശരീരം, മറ്റൊന്ന് മറിയത്തിന്റെ ഹൃദയമാണ്. വിശുദ്ധ ബൊനവഞ്ചർ പറയുന്ന കാര്യം ഇപ്രകാരമാണ്, പുത്രന്റെ കുരിശാകുന്ന അൾത്താരയിൽ അമ്മയും പുത്രനും ഒരേ സമയം ബലിയായി അർപ്പിക്കപ്പെട്ടു. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന കാര്യം ഇപ്രകാരമാണ്, ഓ പരിശുദ്ധ മറിയമേ, അങ്ങ് എവിടെയാണ്? കുരിശിന്റെ അരികിലാണോ? അല്ല, കുരിശിൽ തന്നെയല്ലേ. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്ന കാര്യം ഇപ്രകാരമാണ്, പുത്രന്റെ കുരിശും ആണികളും അമ്മയുടെ കുരിശും ആണികളുമാണ്. വിശുദ്ധ ബെർണാഡിയൻ പറയുന്ന കാര്യം ഇപ്രകാരമാണ്, പുത്രൻ തന്റെ ശരീരം ബലിയർപ്പിച്ചു, അമ്മ തന്റെ ഹൃദയവും സമർപ്പിച്ചു. എന്ന് വെച്ചാൽ മക്കളെ, ഈ വിശുദ്ധാത്മാക്കൾ മുഴുവനും പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഈശോ ശരീരത്തിൽ എന്തുമാത്രം സഹനമേറ്റെടുത്തോ, ഈശോയുടെ ശരീരത്തിൽ എന്തുമാത്രം മുറിവുണ്ടായിരുന്നു, അത്രയും സഹനവും അത്രയും മുറിവുകളും അത്രയും പീഡകളും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലുണ്ടായി. അതുകൊണ്ടാണ് പുത്രനും അമ്മയും ഒരുപോലെ ബലിയർപ്പിച്ച്. പടയാളികളും യഹൂദന്മാരും പുരോഹിതരും ഈ ഈശോയെ എന്തുമാത്രം ഏതൊക്കെ രീതിയിൽ വെല്ലുവിളിക്കുകയും തുപ്പുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ആ മുറിവ് മുഴുവനും അമ്മയുടെ ഹൃദയത്തിലും ഉണ്ടായി. അമ്മ കേൾക്കുക. കുരിശിൽ 3 ആണികളാൽ തൂങ്ങിക്കിടന്നപ്പോൾ ഈശോയുടെ ശരീരത്തിനും രക്തമൊലിക്കുന്ന സമയത്ത് അമ്മയുടെ വലിയൊരു കൊതിയുണ്ടായിരുന്നു. തൻ്റെ മകന്റെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന ആ രക്തം മുഴുവനും ഒന്ന് തുടയ്ക്കണം. പക്ഷെ സാധിച്ചില്ല. ആ മുറിവുകൾ മുഴുവനും വച്ച് കെട്ടണം. സാധിച്ചില്ല. മകൻ കുരിശിൽ കിടന്നിട്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അമ്മയ്ക്ക് കൊടുക്കാൻ വെള്ളമില്ല. അമ്മ പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ കണ്ണീര് മാത്രമേ ഉള്ളൂ, ഞാൻ നിനക്ക് തരട്ടെ.
അവസാനം ആ മകൻ കുരിശിൽ കടന്നുകൊണ്ട് പറയുന്നുണ്ട്, പിതാവേ, അങ്ങ് എന്നെ ഉപേക്ഷിച്ചോ? പക്ഷെ അമ്മ തൊട്ടരികിൽ നിന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞേ, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്റെ കൂടെയുണ്ട്, ഒപ്പമുണ്ട്, ഉപേക്ഷിച്ചിട്ടില്ല. ഇതുപോലെ സ്നേഹിക്കുന്ന ഒരമ്മ. അമ്മയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ കാഴ്ചയുണ്ട് മക്കളെ. പടയാളികൾ മാറി മാറി, ശത്രുക്കൾ ഒന്നിനു പുറകെ ഒന്നാകിട്ട് തൻ്റെ മകനെ വേദനിപ്പിക്കുമ്പോഴും ഒരക്ഷരം പോലും പറയാതെ മിണ്ടാതെ നിൽക്കുന്ന ഒരമ്മ, ശാപവാക്കുകൾ പറയാത്തൊരമ്മ, അവരോട് അല്പം പോലും വിരോധമില്ലാത്തൊരമ്മ, അവർക്കെതിരായി സംസാരിക്കാത്തൊരമ്മ, അക്ഷമമായി പെരുമാറാത്തൊരമ്മ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മ മാതാവ് യഥാർത്ഥത്തില് സഹനദാസിയായിട്ട്, ദൈവപിതാവിൻ്റെ സഹനദാസിയായിട്ട് തീരാനുള്ള ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീയും പുത്രനും ഒരുമിച്ച സാത്താനെ തകർത്തെ. കേൾക്കണം, സ്ത്രീയും പുത്രനും ഒരുമിച്ചാണ് സാത്താനെ തകർത്തെ. അതുപോലെ തന്നെ ഇവർ രണ്ടും ഒരുമിച്ചാണ് രക്ഷാകര പദ്ധതി പൂർത്തിയായത്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒരുപോലെ സഹിക്കാൻ കാരണം. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ സിറിൽ പറയുന്ന കാര്യപ്രകാരമാണ്, മറിയത്തെ മാറ്റി നിർത്തിയാൽ കുരിശ് മറിഞ്ഞു വീഴും. മറിയത്തെ മാറ്റി നിർത്തിയാൽ കുരിശ് മറിഞ്ഞു വീഴും. പരിശുദ്ധി അമ്മ ഇത്രമാത്രം സന്തോഷത്തോടെ ഈ സഹനം സ്വീകരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊറ്റ കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധി അമ്മ ഈ കാണുന്ന സഹനം മുഴുവനും മനുഷ്യവംശത്തെ രക്ഷിക്കാൻ കാരണമായി തീരുമല്ലോ എന്നുള്ള ഒറ്റ ചിന്തയാലും ആഗ്രഹത്താലുമാ ഈ സഹനം വന്നപ്പോൾ പെറുപെറുക്കാതെ, പഴി പറയാതെ, ചോദ്യം ചെയ്യാതെ ഇത് മുഴുവനും സഹിച്ചത്. നമ്മളോടും അമ്മ ആവശ്യപ്പെടുന്ന കാര്യം ഇതാ. നമ്മുടെ വീട്ടിലുള്ളവരെ രക്ഷിക്കണ്ടേ, നമുക്ക് രക്ഷപ്പെടണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണ്ടേ, ജീവിത പങ്കാളിയെ രക്ഷിക്കണ്ടേ. കുഞ്ഞെ, അതിൻ്റെ രക്ഷയ്ക്കായിട്ട് അനുദിന ജീവിതത്തിൽ കിട്ടുന്ന സഹനം മുഴുവനും സ്നേഹത്തോടെ സ്വീകരിക്കുക. വീണ്ടും ബൈബിൾ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് വേദന വരുന്ന മറ്റൊരു കാര്യമുണ്ട്. കുരിശിൽ 3 ആണികളാൽ തൂങ്ങിക്കടന്ന് മരണത്തിലേക്ക് പോകുന്ന തൻ്റെ അല്ലെങ്കിൽ മരിച്ച ആ മകന്റെ ഹൃദയത്തിലേക്ക് വിലാപപ്പുറത്തേക്ക് കുന്തം കൊണ്ട് കുത്തുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? ഞാൻ ചിന്തിക്കുക, ആ സമയത്ത് ഈശോ അനുഭവിച്ച വേദനയേക്കാൾ കൂടുതൽ അമ്മ അനുഭവിച്ചില്ല. കാരണം ഈശോ മരിച്ചിരുന്നു, ആ വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ തൻ്റെ മകനെ ഒരാൾ കുന്തം കൊണ്ട് കുത്തുമ്പോൾ ആ അമ്മ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദന മറ്റൊന്നുമല്ല മക്കളെ, അമ്മയുടെ ഹൃദയത്തിലൂടെയാണ് ആ കുന്തം മകന്റെ ഹൃദയത്തിലേക്ക് പോയി പതിച്ചത്. വീണ്ടും മുന്നോട്ട് നോക്കുമ്പോൾ ആ മകൻ കുരിശിൽ മരിച്ചു, സംസ്കരിക്കപ്പെടുകയാണ്. ഈ സമയത്ത് അമ്മ ഒത്തിരി വേദനയോടെ പറയുന്ന, പങ്കുവെക്കുന്ന, ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മകനോടൊപ്പം ജീവനോടെ ഞാനും സംസ്കരിക്കപ്പെട്ടിരുന്നെങ്കിൽ, ദൈവപിതാവ് അങ്ങനെ എന്നെ ഒന്ന് അനുവദിച്ചായിരുന്നെങ്കിലെന്ന്. ഞാൻ നിങ്ങളോട് പറയുക പ്രിയപ്പെട്ട ദൈവമക്കളെ, മാനവകുലത്തിൽ പിതാവായ ദൈവം മറിയത്തോടും ഈശോയോടും ചോദിച്ചിട്ടുള്ള ബലി പോലെ മറ്റാരോടും ചോദിച്ചിട്ടില്ല. തിരിച്ചറിഞ്ഞോണം, പിതാവായ ദൈവം മറിയത്തോടും മകനോടും ആവശ്യപ്പെട്ടതിനേക്കാൾ വലിയ ബലി ഈ ലോകത്തിൽ ആരോടും ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, ഈശോ ബലിയർപ്പണം തുടങ്ങിയതിനു മുമ്പ് തന്നെ മറിയം ബലിയർപ്പണം തുടങ്ങി. ഈശോയുടെ ബലി പൂർത്തിയായിട്ടും മറിയത്തിന്റെ ബലി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ടാ പിതാവായ ദൈവത്തിന്റെ സഹനദാസിയായിട്ട് ഇന്നും പരിശുദ്ധി അമ്മ നിൽക്കുന്നേ. അതുകൊണ്ടാ വിശുദ്ധര് പറയുന്നേ, ഈ ലോകത്തിൽ സകല രക്തസാക്ഷികളും അനുഭവിച്ച സഹനം മുഴുവനും ഒരുമിച്ച് കൂട്ടിയാലും പരിശുദ്ധി അമ്മ അനുഭവിച്ച സഹനത്തിന്റെ ഒരു നുള്ളു പോലും ആയിട്ടില്ല എന്ന്. പരിശുദ്ധി അമ്മയുടെ സഹനമെടുത്ത് വിഭജിച്ച് വിളമ്പിയാൽ ആ സഹനത്തിന്റെ ഒരു ഇത്തിരി ഭാഗം നമ്മുടെ ജീവിതത്തിൽ തൊട്ടാൽ നമ്മൾ അപ്പം മരിച്ചു വീഴും. വിശുദ്ധര് പറയുവാണ്, പരിശുദ്ധി അമ്മയുടെ സഹനം മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അത് വിളമ്പി കൊടുക്കാൻ തുടങ്ങിയാൽ ആ ദുഃഖത്തിന്റെ, ആ സഹനത്തിന്റെ ദുഃഖത്തിന്റെ ഒരു ഭാഗം നമ്മളിൽ തൊട്ടാ മതി, നമ്മൾ മരിക്കും. അത്ര വലിയ സഹനത്തിലൂടെയാ പരിശുദ്ധി അമ്മ കടന്നുപോയേ. നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സഹനദാസിയുടെ മുമ്പിൽ ഇന്നേ ദിവസം നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലും ഇഷ്ടം പോലെ സഹനമുണ്ട്, അല്ലേ?
ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും അനുദിന ജീവിതത്തിൽ ഓരോ രീതിയിൽ ഒത്തിരി സഹിക്കുന്ന മക്കളാ. പക്ഷെ ഈ സഹനം കൃപയാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? എന്നിലൂടെ ദൈവ പദ്ധതി പൂർത്തിയാക്കാനായിട്ട് ഞാൻ സമർപ്പിച്ചിട്ടുണ്ടോ? ഇത് എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനായി ഞാൻ കാഴ്ചവെച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പിറുപിറുപ്പ് കൂടാതെ, പഴിച്ചാരാതെ, വിധിക്കാതെ ഞാനിത് സമർപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അമ്മ പറഞ്ഞു തരുന്ന കാര്യം ഇത് തന്നെയാ. കുഞ്ഞെ, സഹനം കളയരുത്, നഷ്ടപ്പെടുത്തരുത്, സഹിച്ച് അപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കണം. നിന്നിലൂടെ വലിയ ദൈവ പദ്ധതി പൂർത്തിയാകാനുണ്ട്. നിന്നിലൂടെ നിന്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടാനും രക്ഷപ്പെടാനുണ്ട്. അതുകൊണ്ട് സഹനം വരുമ്പോൾ ഓടിയൊളിക്കുകയല്ല ചെയ്യണ്ടേ, സ്നേഹത്തോടെ സ്വീകരിക്കണം. അത് എൻ്റെ ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെക്കണം. അപ്പോൾ നിന്റെ വേദനയിൽ ഈശോ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പരിശുദ്ധി അമ്മ മാതാവ് തൻ്റെ മക്കളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധയോടെ നമുക്ക് ഈ നിമിഷം കേൾക്കാം. അതിനുശേഷം പരിശുദ്ധി ആരാധനയിലേക്ക് പ്രവേശിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പുണ്യങ്ങളും ഏതൊക്കെ പുണ്യപ്രവർത്തികളുമാണ് ചെയ്യണ്ടേ എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, ആ കാര്യം മനസ്സിലാക്കണം. വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ, ഇതിലൂടെ നമുക്ക് പുണ്യങ്ങൾ സമ്പാദിക്കണം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും ഈ നിമിഷം അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ സന്ദേശം അമ്മ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ എൻ്റെ മഹാവിജയത്തിൻ്റെ പുലരിയിലേക്ക് ഉണരുകയാണ്. എൻ്റെ ക്ഷണം സ്വീകരിക്കുന്ന നിങ്ങളുടെ ഒരുമയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനം വേണമെങ്കിൽ ആ തീരുമാനമെടുക്കേണ്ട ചുമതല ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. എൻ്റെ വിമലഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ നിങ്ങളാണ് സഫലീകരിക്കേണ്ടത്. നിങ്ങളുടെ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. മാനസാന്തരങ്ങൾ എല്ലായിടത്തും ഉണ്ടാകട്ടെ. മുൻകാലത്ത് ഞാൻ നൽകിയ സന്ദേശത്തിൻ്റെ പരിസമാപ്തി നിങ്ങളാണ് കുറിക്കേണ്ടത്. എൻ്റെ വചസ്സുകൾക്ക് ജീവൻ നൽകേണ്ടതും ഫലപ്രാപ്തി നൽകേണ്ടതും നിങ്ങളാണ്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ എല്ലാവരും ശിരസ്സ് നമിച്ച കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി എല്ലാവരും ശിരസ്സ് നമിച്ചുകൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. യേശുവേ ആരാധ്യനേ, യേശുവേ
യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പരിശുദ്ധ പരമദിവികാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പിതാവായ ദൈവം പുത്രനോടൊപ്പം പരിശുദ്ധ അമ്മയിൽ നിന്നും ആവശ്യപ്പെട്ട ബലിയായി ഞങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്നും ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം മക്കളെ കണ്ണടയ്ക്കാം. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങളുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥ സമർപ്പിക്കുക. നിരാശ നമ്മളെ പിടികൂടണ്ട. നീ ചിലപ്പോൾ ഒത്തിരി സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞായിരിക്കാം. ജീവിത പങ്കാളിയുടെ നിന്ന് കിട്ടുന്ന വേദനയാകാം, മക്കളെ ഓർത്തുള്ള സങ്കടമാകാം, സാമ്പത്തിക ഞെരുക്കമാകാം, കടബാധ്യതയാകാം, തടസ്സങ്ങളാകാം, എന്തോ ആകട്ടെ. നീ തകർന്ന ഒരവസ്ഥ, മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ, ഒറ്റപ്പെട്ടു പോയെന്നൊരവസ്ഥ, ആർക്കും വേണ്ടാത്തവനായി പോയി എന്നൊരവസ്ഥ, ഇനി ഏതെങ്കിലും സഹനം ഒന്നിനു പുറകെ ഒന്നായിട്ട് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ, നീ നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ രോഗപീഠയിലൂടെ കടന്നു പോകുന്നൊരു കുഞ്ഞാണെങ്കിൽ, മക്കളെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ സഹനം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച്, പ്രിയപ്പെട്ടവരെ, സഹിച്ചൊരു വ്യക്തിക്ക് സഹിക്കുന്നവന്റെ വേദന തിരിച്ചറിയാൻ പറ്റൂ. പരിശുദ്ധ അമ്മ സഹിച്ച പോലെ ഈ ലോകത്ത് മറ്റാരും സഹിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മ അനുഭവിച്ച വേദന പോലെ ഇതുപോലെ ഒരു വേദന മറ്റാരും അനുഭവിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മ അനുഭവിച്ച ദുഃഖം പോലെ മറ്റാരും ഇതുപോലത്തെ ഒരു ദുഃഖം അനുഭവിച്ചിട്ടില്ല. ഈ വേദനയും ദുഃഖവും സഹനവും അനുഭവിച്ച അമ്മയ്ക്ക് നിങ്ങൾ എത്ര വലിയ സഹനത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ തിരിച്ചറിയാനും അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാനും പറ്റും. സഹനം മാറാൻ കുഞ്ഞെ നീ ഇന്ന് പ്രാർത്ഥിക്കരുത്, മറിച്ച് ഈ സഹനം കൃപയാക്കാൻ നീ ഒന്ന് പ്രാർത്ഥിച്ചേ. നീ എത്ര സഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ സഹനം ഒരു പുണ്യമാക്കണം, ഒരു കൃപയാക്കണം. ഈ നിമിഷം തൊട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളി നിന്നെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുമ്പോൾ നീ തിരിച്ചു മുഖം മാടരുത്. നീ ആ സമയത്ത് വെറുക്കരുത്. ആ വ്യക്തിക്കെതിരായി പ്രവർത്തിക്കരുത്. ആ വ്യക്തിക്കെതിരായി ചിന്തിക്കരുത്. മറിച്ച് ആ കാണുന്ന കാര്യം സ്നേഹത്തോടെ, ഈശോയുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിച്ച് അതിൽ പരിപൂർണമായിട്ട് നീ ഒന്ന് എളിമപ്പെട്ട് അതിൽ കിട്ടുന്ന ആ വേദന സ്നേഹത്തോടെ ഈശോയുടെ മുറിവിലേക്കൊന്ന് ചേർത്ത് വെച്ച്, മക്കളിൽ നിന്ന് കിട്ടുന്ന സഹനം ഇതുപോലെ, രോഗപീഠയുടെ സഹനം ഇതുപോലെ, അധ്വാനത്തിന്റെ സഹനം ഇതുപോലെ, ഇതൊക്കെ ഇന്ന് പുണ്യമാക്കണം. ഇതിനുള്ള കൃപ നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാ. ഇതിനെ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ ജീവിതത്തിൽ കിട്ടിയ മുഴുവനും സഹനം ഇത് സമർപ്പിക്കുന്ന പോലെ തന്നെ ഇനി ദൈവം അനുവദിച്ചു തരുന്ന സഹനം മുഴുവനും കൃപയാക്കാൻ പരിശുദ്ധാത്മാവേ നീ എന്നെ ഒന്ന് സഹായിക്കണമേ, പരിശുദ്ധ അമ്മേ നീ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും കരങ്ങൾ യാചനയോടെ പിടിച്ച് ഒരു 10 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ ഒരുമിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് നിറക്കണേ അപ്പാ. ഓരോ സഹനവും പുണ്യമാക്കാൻ കൃപ നൽകണമേ. സ്വീകരിക്കാൻ സഹനദാസനാമീശോ കൃപ തന്നല്ലോ സഹനങ്ങളെ. സ്വീകരിക്കാൻ സഹനദാസനാമീശോ കൃപ തന്നല്ലോ. കുരിശിന്റെ വഴിയെ ഉത്ഥാനം ചെയ്യുവാൻ, കുരിശിന്റെ വഴിയെ ഉത്ഥാനം ചെയ്യുവാൻ,
ഉത്ഥിതനാമീശോ കൃപ തന്നല്ലോ. കൃപ തരണേ അപ്പാ. ഉത്ഥിതനാമീശോ സഹിക്കാനുള്ള കൃപ തന്നല്ലോ. ഉത്ഥിതനാമീശോ കൃപ തന്നല്ലോ. ഒരു നിമിഷം കൂടെ പരിശുദ്ധി അമ്മയെ മനസ്സിൽ കാണാം. അമ്മയുടെ മുന്നിൽ, ആ സഹനപുത്രിയുടെ മുന്നിൽ ഒരു സഹന കുഞ്ഞായിട്ട് നമുക്ക് ഈ നിമിഷമായിരിക്കാം. അമ്മയോട് നീ ഒന്ന് സംസാരിച്ച്, അമ്മയോട് നീ നിന്റെ അവസ്ഥകളൊന്ന് പറഞ്ഞ്, നീ എന്തിനെ ഓർത്താ കരയുന്നേ? നിന്റെ മനസ്സെന്നെ ഇതുപോലെ വിങ്ങിപ്പൊട്ടുന്നേ? നീ എന്തു ഭാരമാ ഹൃദയത്തിൽ വച്ചേക്കണേ? എന്തോരു സങ്കടമാ നീ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നേ? നീ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും മുന്നോട്ട് പോകാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സഹനം നിന്നെ കേറി ഞെരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയോട് നീ ഒന്ന് പറഞ്ഞോ. നിന്നെ തിരിച്ചറിയാൻ പറ്റുന്നൊരമ്മ, നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരമ്മ, നിന്നെ സ്വന്തമാക്കാൻ പറ്റുന്നൊരമ്മ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ ചേർത്ത് വെച്ച്, നീ നിന്റെ ജീവിതത്തിന്റെ നല്ല കാര്യവും പ്രാർത്ഥനയും മാത്രമല്ല മക്കളെ, നിന്റെ ഈ വേദനയൊന്ന് ചേർത്ത് വെച്ച്, ഈ വേദനയെ ചേർത്ത് വെക്കുമ്പോൾ അമ്മ അത് കൃപയാക്കി തീർക്കുക, വിശുദ്ധീകരിക്കാനുള്ള മാർഗമാക്കി തീർക്കുക. നിന്റെ ജീവിത പങ്കാളി രക്ഷപ്പെടണ്ടേ? നഷ്ടപ്പെട്ടു പോകുന്ന മകനും മകളും രക്ഷപ്പെടണ്ടേ? നിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെടണ്ടേ? ഈശോ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, എന്നോട് ചേർന്ന് സഹിക്കാൻ പറ്റുമോ? അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, എന്നോടൊപ്പം കുഞ്ഞ് നിനക്ക് സഹിക്കാൻ പറ്റുമോ? ലൂസിയുടെ ജീവിതത്തിൽ ഫാത്തിമ മാതാവ് ഒന്നിനു പുറകെ ഒന്നായിട്ട് സഹനം കൊടുക്കുന്ന കണ്ടപ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, സഹനം വരുമ്പോൾ നീ മറ്റാരെയും ആശ്രയിക്കാൻ പോകണ്ട, മറിച്ച് എൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഓടിവാ. എൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായിട്ട് നീ കാഴ്ചവെക്ക്. ഈ വിമല ഹൃദയമായിരിക്കും അനേകം മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹനം മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അമ്മ ആ സഹനം മുഴുവനും നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെ വിശുദ്ധീകരണത്തിനായിട്ട് അത് ഏറ്റെടുക്കും. സഹനം വരുമ്പോൾ ഓടല്ലേ, സഹനം വരുമ്പോൾ ഭയപ്പെടല്ലേ, അത് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കല്ലേ, പറിച്ചത് കൃപയാക്കി കിട്ടാൻ, അത് കൃപയാക്കി കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ലൂസി ചെയ്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഫാത്തിമയിലെ 3 കുഞ്ഞുങ്ങളും ചെയ്തൊരു കാര്യമുണ്ട്. അവർ മുട്ടിന്മേൽ നിന്ന് നിലം ചുംബിക്കും, ചെളി ചുംബിക്കും, എന്നിട്ട് ദൈവത്തെ ആരാധിക്കാത്ത മക്കൾക്ക് വേണ്ടി ആരാധിക്കും. അവർ അറയില് കയറു കെട്ടി അവർ അതിന്റെ വേദന സ്നേഹത്തോടെ സമർപ്പിക്കാൻ തുടങ്ങി. ആരും അറിയാതെ ഏതൊക്കെ രീതിയിൽ അവർക്ക് സഹിക്കാൻ പറ്റിയോ ആ സഹനം മുഴുവനും കാഴ്ചവെക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയിൽ അവർ സന്തോഷത്തോടെ ഉറങ്ങാതിരിക്കാൻ തുടങ്ങി. തണുപ്പത്ത് വെറും നിലത്ത് കിടന്ന് അവർ ആ വേദന മുഴുവനും സഹിച്ച് കാഴ്ചവെക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതിന് അവർക്ക് ശക്തി കിട്ടിയത് അവർ അമ്മ മാതാവിന്റെ വിമല ഹൃദയം കണ്ടപ്പോഴാ, ആ വിമല ഹൃദയത്തിലേക്ക് ചേരാൻ തുടങ്ങിയപ്പോഴാ. ഞാൻ നിങ്ങളോട് ഇന്ന് പറയുവാ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർന്നേ. അങ്ങനെ ചേരാൻ തുടങ്ങിയാൽ, അങ്ങനെ സമർപ്പിക്കാൻ തുടങ്ങിയാൽ, ഒരു കൊച്ചു സഹനം വരുമ്പോൾ അപ്പയെ അമ്മയുടെ വിമല ഹൃദയം വഴി ത്രിയേക ദൈവത്തിന് സ്തുതിക്കായി കാഴ്ചവെക്ക്. അത് കൃപയാ, അത് കൃപയാ, അത് കൃപയാ. ഒന്നും കളയല്ലേ മക്കളെ, ഒന്നും കളയല്ലേ മക്കളെ. ഈ നിമിഷം പ്രാർത്ഥിച്ച്, പരിശുദ്ധി അമ്മ മാതാവേ, ഞങ്ങളിൽ ദൈവശരണം, ദൈവസ്നേഹം, ദൈവവിശ്വാസം, ക്ഷമ, എളിമ, നന്മ, സഹനശക്തി, പരിശുദ്ധി, അനുസരണം, ഈ പുണ്യങ്ങൾ ഞങ്ങളുടെ ആത്മാവിൽ ജനിക്കാൻ, വളരാൻ, വർദ്ധിക്കാൻ, ഫലം ചൂടാൻ അമ്മേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഉള്ളുരുകി ഒരു നിമിഷം ഇത് കിട്ടാനായിട്ട് ദാഹിച്ച് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചേ. പുഞ്ചിരി തൂകുമോരമ്മ എൻ കാവലായി നിൽപ്പൂ. സഹനശക്തി കിട്ടാൻ പ്രാർത്ഥിക്കും മക്കളെ, ഉള്ളുരുകി. മനോഹരിയമ്മ എൻ ചാരയായി നിൽപ്പൂ. അമ്മേ, കാനായിലും കാൽവരിയിലും നിറസ്നേഹമായി നിറദീപമായി എന്നെന്നും കാവലായി
എൻ മാതാവു കൂടെയുണ്ട്, എന്നെന്നും ചാരയായി. നിന്റെ കൂടെ ഉണ്ട് കുഞ്ഞേ. എൻ മാതാവു കൂടെയുണ്ട്, അമ്മയെ ചേർത്ത് പിടിച്ച അമ്മേ, എന്നെന്നും കാവലായി. നീലക്കാപ്പ് കൊണ്ട് പൊതിയുന്ന അമ്മയെ ചേർത്ത് പിടിച്ച് കൂടെയുണ്ട്, അമ്മയുടെ ഹൃദയത്തിലേക്ക് നിന്റെ മുഖം ഒന്ന് ചേർത്ത് വെച്ച് എന്നും ചാരയായി. പറ അമ്മേ, ഞാൻ പൂർണ്ണമായി അമ്മയുടേതാ. മാതാവു കൂടെയുണ്ട്, അമ്മയോട് പറ അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. മാതാവേ, ഈ സഹനം പൂർണ്ണമായി അമ്മയ്ക്കാ തരിക. മാതാവേ, അമ്മയുടെ 7 വ്യാകുലങ്ങളാൽ നിറഞ്ഞ അമ്മയുടെ ഹൃദയത്തിലേക്ക് അമ്മേ, ഞാൻ ഈ സഹനം തരുവാ. അമ്മേ, എനിക്ക് കാവലാകണേ അമ്മേ. ഒരു സഹനം പോലെ കളയാതെ പുണ്യമാക്കാൻ കൃപ തരണേ അമ്മേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉറക്ക വിളിക്കട്ടെ, യേശുവേ. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയിലെ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ ദൈവജനം പങ്കുചേരുന്നുണ്ട്. ഇതൊരു കൂട്ടായ്മയാ, അമ്മയുടെ മക്കളുടെ കൂട്ടായ്മയാ, അമ്മയുടെ വിമല ഹൃദയ മക്കളുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയാ. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കൂട്ടായ്മയിൽ അമ്മ കടന്നു വരും. ഈ നിമിഷം ഈ കൂട്ടായ്മയിലുള്ള മുറ്റുപനം മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവർക്കും സഹിക്കാനുള്ള കൃപ കിട്ടാൻ, ഒരു സഹനം പോലും കളയാതെ അത് പുണ്യമാക്കാനുള്ള കൃപ കിട്ടാനായിട്ട്, അവർക്കൊരു അഭിഷേകം കിട്ടാനായിട്ട് ഒരു നിമിഷം പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ ഈ നിമിഷം ഒന്ന് ചേർത്ത് വെച്ച്, നമ്മുടെ ഇടവകയെ ഒന്ന് ചേർത്ത് വെച്ച്, നമ്മുടെ സഭയെ ഒന്ന് ചേർത്ത് വെച്ച്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികൾ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടപ്പോൾ ഉള്ളിലൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ കൂടി പരിശുദ്ധി അമ്മയ്ക്കൊന്ന് സമർപ്പിച്ച്, നമ്മുടെ മുമ്പിൽ ഇന്ന് ആരെങ്കിലും ഒത്തിരി വേദന വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വേദന കൂടി പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച്, അമ്മേ, അവർക്കായിട്ട് വേണ്ടി കൂടി ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോട് കരുണയായിരിക്കണമേ, അവരുടെ വേദന ഏറ്റെടുക്കണമേ അമ്മേ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശിരസ് നമിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കിക്ക്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, ദിവ്യകാരുണ്യത്തിന്റെ വലിയ അഭിഷേകം, പരിശുദ്ധി അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം നാം എല്ലാവരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെയും സഭയിലും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരു നിമിഷം സ്ക്രീനിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്ന പുണ്യങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ച്, വിചാരത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ഉപേക്ഷയിൽ ഈ പുണ്യങ്ങളൊക്കെ ചെയ്യണം. ശ്രദ്ധയോടെ വായിക്കാം. അത് ജീവിതത്തിൽ പകർത്താനാകിട്ട് ഒരു നിമിഷം നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധി അമ്മയോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ പുണ്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുവാൻ കൃപ തരണമേ. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി
അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാവൃത്തക്കാരുടെ രാജ്ഞി, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടി പാപിയായി ഞാൻ അങ്ങേ ദയാധികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ.